ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ നമ്മൾ ഇന്നിവിടെ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ജാങ്കോയിലെ ക്രഡ് ഓപ്പറേഷൻസ് എന്താണ് അതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വിത്ത് ഒരു പ്രോജക്റ്റിലൂടെയാണ്. നമ്മളൊരു പൈത്തൺ ജാങ്കോ ക്രഡ് ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് നിങ്ങൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടാതെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്തു പോകരുത്. തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ജാങ്കോയിൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പേ ഉള്ള ട്യൂട്ടോറിയൽസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ബാക്കി കണക്ഷൻസും മറ്റും നമുക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. അവിടെ അതിൽ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. ആദ്യം ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള കമാൻഡ് ആണ് python -m venv new എന്ന് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. new/scripts/activate തരത്തില് നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രോജക്റ്റ് നെയിം കൊടുക്കാം. പ്രോജക്റ്റ് നെയിം നമുക്ക് ടു ഡു എന്ന് തന്നെ കൊടുക്കാം. ഞാനൊരു ഈ ഒരു ക്രഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് ടു ഡു ബേസ് ചെയ്ത് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ പ്രോജക്റ്റിന്റെ നെയിം ടു ഡു എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഡയറക്ടറി ചേഞ്ച് ചെയ്യാം. cd to do. ഇതിൽ നമുക്കൊരു ആപ്പ് ആവശ്യമുണ്ട്. എന്തിനാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപേ ഉള്ള ട്യൂട്ടോറിയൽ വീഡിയോസ്, പ്രോജക്റ്റ് വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതായിരിക്കും. സോ നമുക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. manage.py സ്റ്റാർട്ട് ആപ്പ് മെയിൻ എന്ന് പേര് കൊടുക്കുന്നു. സോ നമ്മൾ ആപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ടു ഡു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബേസ് ഡയറക്ടറി. ഇതിനുള്ളിൽ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ആപ്പും ഉണ്ട്. സോ നമുക്ക് ഈ ടു ഡു എന്ന് പറഞ്ഞ നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡറിനുള്ളിൽ നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റിംഗ്സിൽ ഫസ്റ്റ് OS ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് OS. അതിനുശേഷം ഇൻസ്റ്റാൾഡ് ആപ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ. ശേഷം നമ്മൾ ടെംപ്ലേറ്റ് ഫോൾഡർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാവില്ല, എന്താ സ്റ്റൈൽസോ ഇമേജസോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതുമില്ല. അപ്പൊ നമുക്ക് ഈ ബേസ് ഡയറക്ടറിക്കുള്ളിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ടെംപ്ലേറ്റ്. ഇനി ഇതിന്റെ കണക്ഷൻസ് നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിൽ പറഞ്ഞു കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് os.path.join base_dir, ടെംപ്ലേറ്റ് തരത്തിൽ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് ഫോൾഡറിന്റെ കണക്ഷനും ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഇവിടെ തൽക്കാലം നമ്മൾ മുൻപ് ചെയ്ത പ്രോജക്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ആപ്പിൽ ഒരു URLs ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം ആപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എന്റെ പ്രോജക്റ്റിന്റെ URLs തന്നെയാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ടെംപ്ലേറ്റിൽ ഞാൻ ഓൾറെഡി ഒരു HTML ഫയല് ടു ഡു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ടു ഡുവിന് വേണ്ടിയിട്ട് ഒരു HTML ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ ഈ ഫോൾഡറിനുള്ളിൽ ഒന്ന് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ പ്രോജക്റ്റിലേക്ക് വരാം. ഇവിടെ ചെക്ക് ചെയ്ത ടെംപ്ലേറ്റിനുള്ളിൽ ഇവിടെ നമുക്ക് നമ്മുടെ HTML ഫയൽ കാണാം. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. തരത്തില് അധികം സ്റ്റൈൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റൈൽസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു HTML ഫയലാണ്. നമുക്ക് ഇതുവഴി ഒരു ടാസ്ക് ആഡ് ചെയ്യണം. ഇങ്ങനെ ആഡ് ചെയ്യുന്ന ടാസ്കിനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതിനുശേഷം അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ക്രഡിൽ വരുന്നത്. അപ്പോൾ ആദ്യം ഇതിന്റെ ബാക്കി കോഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി ക്രഡ് എന്താണെന്ന് പറയാം. പൈത്തൺ ജാങ്കോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ക്രഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C ഫോർ ക്രിയേറ്റ്, R ഫോർ റിട്രൈവ് ഓർ റീഡ്, U ഫോർ അപ്ഡേറ്റ് ആൻഡ് D ഫോർ ഡിലീറ്റ്. ഇങ്ങനെയുള്ള 4 ബേസിക് ഓപ്പറേഷൻസ് ആണ്. അത് ഒരൊറ്റ ടേബിളിൽ, ഒരു ഡേറ്റാബേസിൽ ഒരു ടേബിളിലായിട്ട് ഈ 4 ഓപ്പറേഷൻസും ചെയ്യുന്നതാണ് ക്രഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ഒരൊറ്റ ടേബിളിന്റെ ആവശ്യമുള്ളൂ. ആ ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് മോഡലാണ്. അപ്പൊ ഈ ഒരു 4 ഓപ്പറേഷൻസിനും കൂടി വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ മോഡലിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ഈ ഒരു 4 ഓപ്പറേഷൻസും ഈ ഒരു പ്രോജക്റ്റിലൂടെ എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാം. സോ നമുക്ക് ബാക്കി കോഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എനിക്കിവിടെ നിങ്ങൾ ഈ ഒരു ടെംപ്ലേറ്റ് കാണുമ്പോൾ മനസ്സിലാവും, എനിക്ക് ഒരു ടാസ്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ടാസ്ക് ആണ് എനിക്ക് എപ്പോഴും, ഈ ഒരു ടാസ്ക് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടാസ്ക് എന്തായാലും നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ഈ ടാസ്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഡാറ്റാബേസിലേക്ക്. അപ്പൊ ആദ്യം നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആപ്പിൽ മോഡൽസ് ഡോട്ട് PVയിൽ വരാം. ഇവിടെ വന്നിട്ട് നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ടാസ്ക് എന്നാണ് നെയിം കൊടുക്കുന്നത്. മോഡൽസ് ഡോട്ട് മോഡൽ കൊടുക്കുന്നു. അതിനുശേഷം ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് എന്ന് തന്നെ ഒരു വേരിയബിളിലേക്ക് നമുക്ക് ഈ ഒരു ഇതിനെ ഒന്ന് സ്റ്റോർ ചെയ്യാം. മോഡൽസ് ഡോട്ട് ചാർ ഫീൽഡ് മാക്സ് ലെങ്ത് കൊടുക്കാം. മാക്സ് ലെങ്ത് 255 കൊടുത്തേക്കാം. അതിനുശേഷം ഞാൻ അടുത്ത ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈസ് കംപ്ലീറ്റഡ് എന്ന്. കാരണം നമുക്ക് അതുകൂടി സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റഡ് ആണോ ഓർ നോട്ട് കംപ്ലീറ്റഡ് ആണോ എന്നുകൂടി നമുക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മോഡൽസ് ഡോട്ട് ചാർ ഫീൽഡ് അല്ല, നമുക്ക് ബൂളിയൻ ഫീൽഡ് കൊടുക്കാം. ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും വരുന്നത്. ഒന്നുകിൽ കംപ്ലീറ്റഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. സോ നമുക്ക് ട്രൂ ഓർ ഫാൾസിന് വേണ്ടിയിട്ട് ബൂളിയൻ ഫീൽഡ് യൂസ് ചെയ്യാം. അതിൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഫോൾസ് വെക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ഡേറ്റ് ഫീൽഡ് കൊടുക്കാം. ഒന്ന് ക്രിയേറ്റഡ് ഡേറ്റും മറ്റൊന്ന് അപ്ഡേറ്റഡ് ഡേറ്റും. ഇത് രണ്ടും നമുക്ക് ഓട്ടോ നോ കൊടുക്കാം. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫെച്ച് ചെയ്തോളൂ. സോ മോഡൽസ് ഡോട്ട് ഡേറ്റ് ഫീൽഡ് ഓട്ടോ നോ ഈസ് ഈക്വൽ ടു ട്രൂ. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മോഡലിനെ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ, സോറി, അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട്
രജിസ്റ്റർ ബ്രാക്കറ്റിൽ നമുക്ക് മോഡലിന്റെ നെയിം കൊടുക്കാം. ടാസ്ക് എന്നായിരുന്നു. ഇതിനെ ഒന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ടാസ്ക്. ഓക്കെ, നമ്മൾ ആ ഒരു മോഡലിനെ അവിടെ അഡ്മിൻ പേജിൽ അഡ്മിനിലേക്ക് നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമുക്ക് മേക്ക് മൈഗ്രേഷൻസ് ആൻഡ് മൈഗ്രേറ്റ് ഒക്കെ ചെയ്യണം. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, എന്തിനാണെന്നൊക്കെ ഉള്ളത്. നമുക്കിവിടെ മോഡൽ ക്രിയേറ്റ് ചെയ്തു. സോ നമുക്കിവിടെ മേക്ക് മൈഗ്രേഷൻസ് ചെയ്യാം. മേക്ക് മൈഗ്രേഷൻസ് ടാസ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് മോഡല്. അടുത്തത് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. manage.py മൈഗ്രേറ്റ്. നമ്മുടെ മൈഗ്രേഷൻസും അപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ views.py വരാം. എന്തിനാണ് ആ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. നമ്മളിവിടെ നമ്മുടെ ടെംപ്ലേറ്റിൽ നോക്കിയാൽ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ആഡ് ചെയ്തൊരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കംപ്ലീറ്റഡ് ആണെങ്കിൽ എങ്ങോട്ട് പോകണം, കംപ്ലീറ്റഡ് അല്ല ഇൻകംപ്ലീറ്റഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതായത് മാർക്കേഴ്സ് ടേൺ നമുക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ കംപ്ലീറ്റഡ് ടാസ്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിലേക്കുള്ള വാല്യൂസിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു ടാസ്ക് മോഡലിൽ നിന്നുള്ള ഇൻസ്റ്റൻസിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ഫീൽഡിനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു വ്യൂ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫോം ഒന്ന് കൊടുക്കാം. റിക്വസ്റ്റ് ടാസ്ക് ഈസ് ഈക്വൽ ടു ടാസ്ക് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് നമ്മൾ നമ്മുടെ മോഡലിലെ ഒബ്ജക്ട്സിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പോകണം. ടാസ്ക് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ ഫിൽറ്റർ ഈസ് അണ്ടർസ്കോർ completed is equal to false. ഇവിടെ ടാസ്കിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ടാസ്ക്. ഓക്കെ, നമ്മൾ ആ ഒരു ടാസ്കിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത ടാസ്ക് ആണ് ഫിൽട്ടർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു വേരിയബിൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. കംപ്ലീറ്റഡ് ഈസ് ഈക്വൽ ടു ടാസ്ക് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ ഈസ് അണ്ടർസ്കോർ കംപ്ലീറ്റഡ് ഈസ് ഈക്വൽ ടു ട്രൂ. ട്രൂ ആണോ എന്ന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ റെസ്പെക്റ്റീവ് ആയിട്ട് ഇവിടെ എന്താണ് റിട്രൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് മോഡലിലെ കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത എല്ലാ ഇൻസ്റ്റൻസിനെയും റിട്രൈവ് ചെയ്യുന്നു. അതേപോലെ തന്നെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയബിളിലേക്ക് കംപ്ലീറ്റ് ആയ എല്ലാ ഇൻസ്റ്റൻസിനെയും മോഡലിൽ നിന്നും റിട്രൈവ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഈ ഒരു രണ്ട് ലൈൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷം നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. Context is equal to task നെയിം കൊടുക്കുന്നു. ടാസ്ക് അതിനുശേഷം അടുത്ത ഒരു കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാം. ഇതിലേക്ക് കംപ്ലീറ്റഡിനെ സ്റ്റോർ ചെയ്യാം.
ഇനി നമുക്ക് റെൻഡർ ചെയ്യിപ്പിക്കാം. റെൻഡർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് റിട്ടേൺ റെൻഡർ നമ്മുടെ HTML ഫയലിന്റെ നെയിം നമുക്ക് റെൻഡർ ചെയ്യിപ്പിക്കേണ്ട HTML ഫയലിന്റെ നെയിം കൊടുക്കാം. റിക്വസ്റ്റ് കോമ ഹോം ടു ഡു എന്നാണ്. ഹോം ടു ഡു ഡോട്ട് HTML. ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ഡിക്ഷണറിനെ കൂടി പാസ് ചെയ്യാം. കോണ്ടെക്സ്റ്റ്. നമ്മളിപ്പോ ഇത്തരത്തിലൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു URL കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് URLസിലേക്ക് വരാം. URLസിൽ വന്നതിന് ശേഷം ഇവിടെ URL പാറ്റേൺസിനുള്ളിൽ നമ്മൾ മുൻപ് ആപ്പിന്റെ URLസിലായിരുന്നു ഈ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ URLs കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോ നമ്മൾ ഡയറക്റ്റ് ആ വ്യൂസിന്റെ URLസും കൂടി നമ്മുടെ പ്രോജക്റ്റിൽ തന്നെ കൊടുക്കുവാണ്. നമുക്ക് മറ്റിടത്ത് കൊടുത്തത് സെയിം വേയിലാണ്, നമ്മൾ ഈ പേജിലാണ് കൊടുക്കുന്നതെന്ന് മാത്രം. നമ്മൾ റൂട്ട് ബ്ലാങ്ക് ആയിട്ട് വിടുന്നു. വ്യൂസ് ഡോട്ട് നമ്മുടെ വ്യൂവിന്റെ നെയിം ഹോം എന്നായിരുന്നു. വ്യൂസ് ഡോട്ട് ഹോം കോമ നെയിം ഈസ് ഈക്വൽ ടു ഹോം എന്ന് തന്നെ കൊടുക്കാം. നമുക്ക് ഈ ഒരു വ്യൂസിനെ ഇവിടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മുടെ ആപ്പിലാണ് ഉള്ളത്. അപ്പൊ അപ്പുറം മെയിൻ എന്നാണ് ആപ്പിന്റെ പേര്. മെയിൻ ഇമ്പോർട്ട് വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ വ്യൂവിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വ്യൂവിന്റെ URLs നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ പ്രോജക്റ്റ് റൺ ചെയ്തിട്ടില്ലായിരുന്നു. പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്തു. നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് റൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടെ ഒരു വ്യൂ മാത്രമാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ടാസ്ക് നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ റിട്രൈവ് ചെയ്യാൻ കംപ്ലീറ്റഡ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്നുള്ളത് റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് ഒരു വ്യൂസ് ക്രിയേറ്റ് ചെയ്തു. ഈ വ്യൂസിന്റെ URLസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് റൺ ചെയ്ത് എല്ലാവരും കാണുകയും ചെയ്തു. മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടാസ്കിനെ ഒന്ന് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മോഡലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.